അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താനുള്ള കല്ല് എടുത്ത നദി നെയ്യാർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887 നെയ്യാർ നദിയുടെ തീരത്ത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുർ ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം 1898. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്ക്. അപ്പൊ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ഗുരുവിന്റെ ആദ്യത്തെ കൃതി. ഈ കൃതി ഗുരു ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്കാണ് ഗുരു സമർപ്പിച്ചത്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. ഓർത്തിരിക്കുക, 1897 രചിക്കപ്പെട്ട ആത്മോപശതകത്തിലെ വാക്യങ്ങൾ എന്തൊക്കെയാണ്? അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ അപരന് സുഖത്തിനായി വരയണം. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകം. അപ്പൊ അരുവിപ്പുറം ശിവക്ഷേത്രമാണ്. അപ്പോൾ ആ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകം. ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വമലയിലെ ഗുഹ പിള്ളതടം ഗുഹ. പിള്ളതടം ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു തപസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജാതിമത ദ്വേഷം ഒന്നുമില്ലാതെ സർവരും സ്വാതന്ത്ര്യനെ വാഴുന്ന മാതൃകാ സ്ഥലമാണ് ഇത് എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഇഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. എവിടെയാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്? അരുവിപ്പുറം. ഞാൻ പ്രതിഷ്ഠിച്ചത് ഇഴവ ശിവനെയാണെന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ശ്രീനാരായണ ഗുരു. ക്രാക്ക് എക്സാം ഈസിലിയുടെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഇനിയും ഉപകാരപ്രദമായി ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ഉണ്ടാവുന്നതായിരിക്കും. PSCയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും SSC RRBയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.